UDF കൺവീനർ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധമെന്ത്? ശബരിമലയിലെ സ്വർണ്ണക്കടത്തിൻ്റെ പ്രധാന സൂത്രധാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്താണ് ബന്ധം? ഈ ചോദ്യം നേരത്തെ തന്നെ അടൂർ പ്രകാശോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇപ്പോഴിതാ മറ്റൊരു വിവരവും കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് അടൂർ പ്രകാശിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബാംഗ്ലൂരിലെ അയ്യപ്പ ഭക്തരായ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി, ശ്രീ രാഘവേന്ദ്ര, ശ്രീ രമേശ് എന്നിവരുടെ സഹായത്താൽ പുളിമാത്ത് ക്ഷേത്ര ഭരണസമിതിയുടെ മേൽനോട്ടത്തിൽ പുളിമാത്ത് പൂവത്തൂർ വിള വീട്ടിൽ ശ്രീ രഞ്ജുവിന് നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽ ദാനം നിർവഹിച്ചു എന്നാണ് അടൂർ പ്രകാശിൻ്റെ പോസ്റ്റാണ്. പോസ്റ്റ് എപ്പോഴാണ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടത്? 2024 ജനുവരി 27. അതോടൊപ്പം ഈ ചടങ്ങിൻ്റെ ഫോട്ടോയും കൂടി അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. 2024 ജനുവരി 27. ആ ഫോട്ടോകൾ പ്രേക്ഷകർക്ക് കാണാം. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. താക്കോൽ ദാനത്തിൻ്റെ ഫോട്ടോയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്കറിയേയില്ല, ഇതാണ് ആദ്യം അടൂർ പ്രകാശ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കൂടുതൽ ഫോട്ടോയും തെളിവുകളും പുറത്തു വരുമ്പോൾ എനിക്കറിയാം, എൻ്റെ മണ്ഡലത്തിലെ വോട്ടറാണ് എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അടൂർ പ്രകാശ്. എന്ന് വെച്ചാൽ ഉരുണ്ട് കളിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയുന്തോറും. ഈ ഫോട്ടോകൾ മാത്രം മതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധമുണ്ടായിരുന്നു അടൂർ പ്രകാശിന് എന്ന് വ്യക്തമാക്കാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് 2 അയ്യപ്പ ഭക്തരും നിർമ്മിച്ച വീടാണ്. അതിൻ്റെ താക്കോൽ ദാനത്തിന് അടൂർ പ്രകാശിനെ ക്ഷണിക്കണമെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ട് തന്നെ ആകണമല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുൻകൈയിൽ തന്നെ ആയിരിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ അടൂർ പ്രകാശ് തന്നെ വരണമെന്ന് തീരുമാനിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും സ്വാഭാവികമായും നല്ല അടുപ്പമില്ലേ? ഉണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ മെല്ലെ എല്ലാം മറ്റൊരാളുടെ തലയിലിട്ട് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് അടൂർ പ്രകാശ്. അതും വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസിൻ്റെ പേര് പറയാതെ ജോൺ ബ്രിട്ടാസിലേക്ക് സംശയത്തിൻ്റെ നിഴൽ വീഴ്ത്താനാണ് അടൂർ പ്രകാശ് ഏറ്റവും അവസാനം ശ്രമിച്ചത്. അപ്പോൾ തന്നെ ജോൺ ബ്രിട്ടാസ് മറുപടിയും നൽകി. ഇനി എൻ്റെ പേര് എങ്ങാനും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന്. അതിന് പക്ഷേ മറുപടി ഇതുവരെയും അടൂർ പ്രകാശ് പറഞ്ഞില്ല. വരും ദിവസങ്ങളിൽ പറയുമോ എന്ന് നോക്കാം. കള്ളത്തരം വിളിച്ചു പറയുകയാണ് അടൂർ പ്രകാശ് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ഫോട്ടോകൾ, കൂടുതൽ തെളിവുകളാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് അടൂർ പ്രകാശുമായി അടുത്ത ബന്ധം ഉണ്ട് എന്നതിൻ്റെ.